നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ നമ്മൾ മലയാള സിനിമയിൽ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും കേവലം 2-3 നടികൾ മാത്രം ചുരുക്കം ചില കംപ്ലൈൻറ്റുകളിൽ ഒതുങ്ങി. അത്തരത്തിൽ 1-2 സിനിമകളിൽ മാത്രം അഭിനയിച്ച ഒരു നടി, ആലുവക്കാരി നടി, ഒരു 7 പേർക്കെതിരെ അങ്ങനെ സീരിയലായിട്ട് ഓരോ ആഴ്ചയായിട്ട് കംപ്ലൈൻറ്റുകൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ട് ഇങ്ങനെ കേസുകൾ കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് പെട്ടെന്ന് പൊടുന്നനെ ഒരു ന്യൂസ് കേൾക്കുകയാണ്, ഈ കേസുകളെല്ലാം പിൻവലിക്കുകയാണെന്ന്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അടക്കം 1-ലേറെ നടന്മാർക്കെതിരെയാണ് ഈ ബലാത്സംഗ ആരോപണം നടി ഉന്നയിച്ചിരുന്നത്. ഈ പിന്മാറ്റത്തിന് കാരണമായി അവർ പറയുന്നത് എന്താണ്? ഈ താൻ ഉന്നയിച്ച പരാതികളിൽ കാര്യമായ അന്വേഷണമില്ല, പക്ഷേ തനിക്കെതിരായി പോക്സോ കേസ്, വേട്ടയാടലുകൾ നടക്കുന്നു, അതാണോ അവരുടെ ആക്ഷേപം? അങ്ങനെ തന്നെയാണ് നിമി, അവരുടെ ആക്ഷേപം അങ്ങനെ തന്നെയാണ്. അതായത് താൻ ഉന്നയിച്ച പരാതികൾ, താൻ ഇങ്ങനെ മുകേഷ് അടക്കം, മുകേഷ് MLA അദ്ദേഹത്തിനെതിരെ മാത്രമല്ല, ഇടവേള ബാബു, അതുപോലെ മണിയൻപിള്ള രാജു, ഏറ്റവും ഒടുവിൽ ബാലചന്ദ്ര മേനോൻ, പിന്നെ മറ്റു ചില ചലച്ചിത്ര പ്രവർത്തകർ, ഇവർക്കൊക്കെ എതിരെ ആരോപണം ഉന്നയിക്കുകയും ഇതെല്ലാം പരാതികളാവുകയും പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ആ കേസിൽ ഇവരെല്ലാവർക്കും ജാമ്യം പോലും കോടതിയിൽ നിന്ന് എടുക്കേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഈ പരാതിക്കാരി പിന്മാറുന്നത്. അവർ പറയുന്നത്, അതായത് ഈ മലയാള സിനിമയിലെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിപ്പോൾ നമ്മൾ വിചാരിച്ചു മലയാള സിനിമയിൽ നേരിട്ട പീഡന കഥകൾ എല്ലാം നമുക്ക് പണ്ട് മുതലേ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. പല നടികളും ഇന്നും പുറത്ത് പറയാതെ നിൽക്കുന്ന കാഴ്ചയാണ്. എന്നാൽ കേവലം 1-2 പടത്തിൽ മാത്രം അഭിനയിച്ച ഈ ആലുവക്കാരി, ഈ നടി മാത്രം ഓരോ ആഴ്ച വന്ന് ഓരോ പീഡന കഥകൾ പറഞ്ഞു. ആദ്യം മുകേഷ്, സിദ്ദിഖ്, ഇടവേള ബാബു, നിരുമ്പോണി, എന്തിന് ബാലേന്ദ്രമേനോൻ എല്ലാം ഇങ്ങനെ പരമ്പരയായിട്ട് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു പിന്മാറ്റം, സർക്കാർ പിന്തുണയില്ല, അവർ കൊടുത്തതിനൊന്നും കാര്യമില്ല, പോക്സോ കേസ് അവരുടെ പേരിൽ മനഃപൂർവ്വം ഉണ്ടാക്കാൻ സർക്കാർ എന്ത് പഠിച്ചു? സർക്കാർ ഈ പോക്സോ കേസ് വന്നെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും തമിഴ്നാട്, ഇത് ചെന്നൈയിലാണ് നടന്നത്. അപ്പോൾ തമിഴ്നാട് സർക്കാരിന് ഈ കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. ഒക്കറൻസ് നടന്നത് അവിടെയാണ്, അതുകൊണ്ട് അവിടത്തേക്ക് ഇത് മാറ്റപ്പെട്ടു, അത്രയേ ഉള്ളൂ. അത് സർക്കാർ ചെയ്തു. അതിൻ്റെ പേരിലൊക്കെ ഇതൊന്നുമല്ല, ഇതിൻ്റെ പേരിൽ വേറെ എന്തോ കളികൾ നടന്നിട്ടുണ്ട്. ഈ പീഡനത്തിൽ ചെയ്യപ്പെട്ടവരെ എന്തായാലും സംശയിക്കുന്നവർ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായി ഇവരെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇവരെ പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് മാറുന്നതെന്ന് നമുക്ക് ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നത്. താൻ ഇത്തരത്തിലുള്ള പ്രമുഖർക്കെതിരെയൊക്കെ കേസ് കൊടുത്തതിന്റെ ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയിലാണ് തനിക്കെതിരെ തന്റെ ബന്ധുവായ ഒരു യുവതി ഒരു പരാതി നൽകിയതും അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ ഒരു പോക്സോ കേസ് ചുമത്തപ്പെട്ടതും. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ പോക്സോ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് വെച്ചാൽ സ്വന്തം അനിയത്തിയാണ്. അവരുടെ അമ്മയുടെ അനിയത്തിയുടെ മകളെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നും പറഞ്ഞ് വെക്കേഷനിൽ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി. അന്ന് അവിടെ കേവലം പ്രായപൂർത്തിയായെന്ന് തന്നെ അറിയത്തില്ല. ആ പ്രായത്തിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പലർക്കും കാഴ്ചവെക്കാനൊക്കെയുള്ള ശ്രമം നടത്തി അവരോടൊന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഈ പോക്സോ കേസ് വന്നേക്കുന്നത്. അപ്പോൾ ഇവർ ഈ മുകേഷ് അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യിച്ചാന്നും പറഞ്ഞാണ്, അല്ലെങ്കിൽ ഇതിന് പിന്നെ മറ്റ് സിനിമാ ലോകം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇവരിപ്പം സർക്കാരിനെതിരെ തിരിഞ്ഞേക്കുന്നത്. ഇത് വേറെ ഇവർക്ക് വേണ്ടി ഇവർക്ക് ഇങ്ങനെ കേസ് വന്നു, സർക്കാർ ഇതിനകത്ത് ഇടപെട്ടിങ്ങനെ കേസ് വന്നു. ഈ നിയമവ്യവസ്ഥകളെല്ലാം വെറും കാറ്റിപ്പുറത്ത് വെറും പുല്ല് വില കൊടുക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് അത് ശരിയായ നടപടിയല്ല. കേരളം അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്ത് ത്രൂ ഔട്ട് ഇതിൻ്റെ ന്യൂസും കേസും വഴക്കും വയ്യാതിരിയൊക്കെ ആയിട്ട് എല്ലാവരും ജാമ്യം എടുക്കുന്നത്. സിദ്ദിഖിന് ജാമ്യം കൊടുക്കാതെ ജാമ്യം കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോകുന്നു. അപ്പോൾ ഇവരൊക്കെ ആ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സിദ്ദിഖിനെ നമുക്കറിയാം, അറസ്റ്റ് ചെയ്യാനും ഇവിടെ കേവലം 1 മണിക്കൂറിൽ അറസ്റ്റ് ചെയ്യേണ്ടത് ആഴ്ചകളും മാസങ്ങളുമായിട്ട് ചെയ്യാതെ പുള്ളി പോയി സുപ്രീം കോടതി ജാമ്യം എടുത്ത് ഇപ്പോൾ വീണ്ടും ജാമ്യം കോടതിയിൽ നിന്ന് പുള്ളി കിട്ടി. അപ്പം തെറ്റുണ്ടെങ്കിൽ ഇതിനൊക്കെ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴി വരണം. ഇവർ ഈ പറഞ്ഞ മാതിരി ഇപ്പം ഇത് പിൻവലിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു അന്വേഷണം തന്നെ വേണ്ടി വരും. അത്തരമൊരു കേസ് തനിക്കെതിരെ ചുമത്തപ്പെട്ടിട്ടും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അതിൽ സർക്കാരിന്റെ ഭാഗത്തൊരു ഇടപെടൽ ഉണ്ടായില്ല. തനിക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും സർക്കാരിൽ നിന്നോ മാധ്യമങ്ങളിൽ നിന്നോ കിട്ടിയില്ല. അതുകൊണ്ട് താൻ ഇതിലാകെ അത് ശരിയാ. മാധ്യമങ്ങളെല്ലാം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ പുറകെയായിരുന്നു. ഇവർക്ക് ഓരോ വീട്ടിലിങ്ങനെ ക്യൂ ആയിരുന്നു മാധ്യമങ്ങളൊക്കെ, ഓരോ ചാനലുകാരും
എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുക്കുന്നു, റിപ്പോർട്ട് ചാനലിലൊക്കെ അവസാനം മോട്ടെ ഓടിച്ചു വിട്ടു അവിടുന്ന്. അങ്ങനെ ഭയങ്കരമായ പ്രശ്നം സൃഷ്ടിച്ച ഒരു സ്ത്രീയാണ് ഇവർ. ഇപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇനി സംഭവിക്കുന്നതെന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. മനം മടുത്തിട്ട് ഇനിയിപ്പോൾ ഈ ഒരു കേസുകളുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ മനം മടുത്തെന്ന് കേസിൻ്റെ പുറകെ പോയപ്പോൾ മനം മടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പീഡന കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനസിക വിഷമത്തിന് അപ്പുറത്തുമല്ലേ മനം മടുക്കുന്നത്. അങ്ങനെ മനം മടുത്തിട്ട് ഇവർ പിന്മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കളികൾ കാണും, അതിനെതിരെ വേണം അന്വേഷണം കൊണ്ടുവരുന്നത്. ഇവരെ ആര് സ്വാധീനിച്ചു, സാമ്പത്തിക സ്രോതസ് ഇവർക്ക് എന്തെങ്കിലും ഇതിന് ബാക്കിൽ നിന്നുണ്ടോ? ഇതിനകത്ത് പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ അന്ന് തന്നെ പറഞ്ഞു കേട്ടു ഒരു വക്കീൽ ഇടപെട്ടിട്ടുണ്ടെന്നും അതുപോലെ ഈ പ്രതികളെന്ന് പറയുന്ന സംശയിക്കുന്ന അല്ലെങ്കിൽ കേസ് കൊടുത്ത ഒരു മീഡിയേറ്റർമാരെ വെച്ച് ഇവരെ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. മനസ്സിലായില്ല, അന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതാണ്. പറയുന്നത് അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇക്കാര്യം ആദ്യം അറിയിച്ചത്. പിന്നീട് നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോഴും ഇക്കാര്യം അവർ സ്ഥിരീകരിച്ചു. ഇതിപ്പോൾ ഈ വാട്സാപ്പ് സന്ദേശവും അതിനുശേഷം നമ്മളോട് സംസാരിച്ച ഈ ഫോൺ വിളിയും മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോഴും അവർ രേഖാമൂലം എന്തെങ്കിലും തരത്തിലുള്ളൊരു കേസിൽ നിന്ന് പിന്മാറുന്നതായിട്ട് അറിയിച്ചു. ഇതിപ്പം രേഖാമൂലം എന്നുള്ളൊരു വാട്സാപ്പിൽ അവർ ചുമ്മാ രാവിലെ എഴുന്നേറ്റിട്ടൊരു ഫേക്കാണോന്ന് പോലും അറിയാൻ പറ്റത്തില്ല ഇനി മാറുമെന്ന്. പക്ഷേ എന്തായാലും ഒരു ചാനലിലൊക്കെ ഇപ്പം ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അവർക്ക് സർക്കാർ പിന്തുണയില്ലെന്ന്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയുള്ളതുകൊണ്ട് ആണല്ലോ ഇത്രയും കേസുകളും ഈ റിപ്പോർട്ട് ഇത്രയും താമസിച്ചാണ് വന്നേ പോലും ഇപ്പോഴെങ്കിലും ഇത് പൊങ്ങി ഇത് കേസുകൾ വന്നത്. അന്നേരം ഇവർ സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ട. പല നടികളും ഇന്നും ഇരട്ടത്ത് തപ്പുകയാണ്. കൊണ്ടുള്ളൊരു രേഖാമൂലമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലോ കോടതിക്ക് മുന്നിലോ ഒന്നും നൽകിയിട്ടില്ല. അടക്കമുള്ള ആളുകളെ പ്രതിയാക്കുകയും അവർക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്ത് ഈ പരാതിക്കാരി ഏതെങ്കിലും വിധത്തിൽ തനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ കോടതിയിൽ ഒരു 164 മൊഴി രഹസ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഇവർ പിന്മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ വെച്ചിട്ടുള്ള ഒരു നടപടിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവർ പിന്മാറിയാൽ പോലും കേസ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അത് കോടതിയിലെത്താതൊന്നും ഇവർക്ക് പിൻവലിക്കാൻ ഇങ്ങനെ ചാനലിൽ കൂടെ പറഞ്ഞാലൊന്നും കേസ് പിൻവലിക്കാൻ പറ്റത്തില്ല. അതിനുള്ള ഒരു വകുപ്പ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അന്വേഷണം അവസാനിപ്പിക്കേണ്ട യാതൊരു ബാധ്യതയും അന്വേഷണ സംഘത്തിനോ സർക്കാരിനോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇക്കാര്യത്തിൽ ഇനി സർക്കാരും അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അവരുടെ മേൽനോട്ടത്തിലാണ്. അക്കാര്യത്തിൽ കോടതിയുടെ അടക്കം മേൽനോട്ടത്തിൽ ഈ കേസന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ പരാതി പിൻവലിക്കുന്നു എന്ന് എഴുതി കൊടുത്താലുടൻ തന്നെ പരാതി പിൻവലിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. നിമ്മി ജോഷി, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സർക്കാരിനെതിരെ തന്നെയാണ് നടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഇത്രയും നാള് പീഡനം അനുഭവിച്ച ഒരു സ്ത്രീക്ക് സർക്കാരിനെതിരെയാണ് ഇപ്പോൾ പരാതി. സർക്കാർ ഇപ്പം വൈകിയാണെങ്കിലും ചില നടപടികൾ ചെയ്ത് കഴിഞ്ഞപ്പം അതിന് കേസും വഴക്കും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കേസ് കൊടുക്കാനുള്ള അവസരം സൃഷ്ടിച്ച് കഴിഞ്ഞപ്പം കേസ് കൊടുത്തിട്ട് പിൻവാങ്ങുക എന്ന് പറയുന്നത് ഇതിൻ്റെ കേസ് പിൻവലിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് നമ്മുടെ കേരളക്കാർക്ക് ഏറെക്കുറെ അങ്ങനെ ആണെങ്കിൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വേറെ കളികൾ കാണും, അല്ലെങ്കിൽ ഇവർ കേസ് പിൻവലിക്കാനൊന്നും സാധ്യതയില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ചർച്ചയായിരിക്കും ഇനിയും ഉണ്ടാകുന്നത്. താൻ നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ച് അതിഗുരുതരമായ വിഷയങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഒരു നിയമ പോരാട്ടത്തിന് സർക്കാരിൻ്റെ പിന്തുണ കിട്ടിയില്ല. അതാണ് അവരുടെ പ്രധാന ആക്ഷേപം. സർക്കാരിൻ്റെ പിന്തുണ കിട്ടിയില്ല എന്നല്ല ഇവർ പറയുന്നത്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ കേസ് കൊടുത്തതെന്ന് പറഞ്ഞ് ഈ 15 വർഷം മുമ്പേ നടന്ന കേസുകൾ ഓരോന്നോരോന്ന് 1 by 1 ആയിട്ട് നടന്നിട്ട് ഇപ്പോഴാണ് സമൂഹത്തിൻ്റെ നന്മ അവരുടെ മനസ്സിൽ വരുന്നതും. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് സമൂഹത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് കേസ് കൊടുത്തതെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. എനിക്ക് തോന്നുന്നു നിമ്മി അവർ ഉന്നയിക്കുന്നത് ഈ പറഞ്ഞ വിഷയങ്ങളല്ല. അവർ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ അവർ പറയുന്നത് അവർ പോക്സോ കേസിലെ പ്രതിയാണ് ഈ പറയുന്ന പരാതിക്കാരിയെ നടി. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു പോക്സോ കേസുണ്ട്. അതായത് ഇവർക്കെതിരെ മറ്റൊരു പെൺകുട്ടിയും അവരുടെ കുടുംബവും കൊടുത്ത പരാതിയായിരുന്നു. ആ പരാതിയുടെ പ്ലേസ് ഓഫ് ഒക്കറൻസ്, ആ സംഭവം നടന്ന
സ്ഥലം എന്ന് പറയുന്നത് ചെന്നൈയാണ്. ചെന്നൈയിൽ വെച്ച് ഇവർ ഇടപെട്ടുകൊണ്ട് ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു ആ കേസിലാസ്പദമായ സംഭവം. പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് ചെന്നൈയാണ്. അവിടെ വെച്ചാണ് നടന്നത്. തമിഴ്നാട് സർക്കാർ അവിടെ സ്വാഭാവികമായി അങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു. അത്രയേ ഉള്ളൂ നടന്നത്. അതിൻ്റെ പേരിൽ 7 കേസ് അങ്ങ് പിൻവലിക്കുക. കേസ് കൈമാറുകയാണ് ഉണ്ടായത്. ഇതിലടക്കം നടിക്ക് ചില വിയോജിപ്പുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് തങ്ങൾ കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. തങ്ങൾ ഇതിൽ മുകേഷ് അടക്കമുള്ള ആളുകളെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ്, അതായത് ഈ പറയുന്ന നടി പറഞ്ഞ ഈ സംഭവം നടന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ കൊണ്ടുപോയി തങ്ങൾ തെളിവെടുത്തിട്ടുണ്ട്. ഇടവേള ബാബുവുമായി ബന്ധപ്പെട്ട കേസിലടക്കം തങ്ങൾ അവിടെ പോയി മൊഴിയെടുപ്പും തെളിവെടുപ്പും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ കേസുകളിലത്രയും അന്വേഷണം വേഗം പൂർത്തിയാക്കാൻ ചാർജ് ഷീറ്റ് നൽകാനുമുള്ള ഒരുക്കത്തിലാണ് തങ്ങൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ഏതായാലും പുതിയ ഒരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത, കേരള സമൂഹം പ്രതീക്ഷിക്കാത്ത ഒരു നടപടിയാണ് ഈ നടിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ നമുക്കിത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. സർക്കാർ ഇതിന് ഏത് രീതിയിൽ എങ്ങനെ നടപടികൾ കൈക്കൊള്ളും. ഏതായാലും ഇവർ പറഞ്ഞു വെച്ചിട്ട് സർക്കാർ, ഇവിടുത്തെ പോലീസും നിയമവ്യവസ്ഥകളും കോടതിയൊക്കെ ഈ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുന്ന ഇവർ പറഞ്ഞതിനും പ്രകാരം കേസും മറ്റു കാര്യങ്ങളുമായിട്ട് അതിൻ്റെ നടപടികൾ ഹൈക്കോടതി എല്ലാ ആഴ്ചയും അതിൻ്റെ നടപടികളൊക്കെ രഹസ്യമായി കൈകാര്യം ചെയ്യണമെന്നും ഒക്കെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് കർശനമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ നടി ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരുന്നത്. അതേതായാലും നമുക്കിനിയും സർക്കാരും കോടതിയും മറ്റും എന്ത് നിലപാടെടുക്കും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.